ഞാൻ ഉണ്ടാക്കാം. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബിരിയാണി വെക്കാം. ഞാൻ വന്നോണ്ട് ഒരാൾ വരും ഇതിനെ പോലെ ഓടുന്നുണ്ടല്ലോ. അച്ഛണ്ടാക്കിയിട്ടുണ്ട്. അവൻ പറയുമായിരുന്നു ഡാഡി പിസ്സ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് വേള. അല്ല ഞാനിവിടെ അന്ന് ഒരിക്കലേ ഉണ്ടാക്കിയുള്ളൂ. റെസിപ്പിയാണത്. ഓക്കെ, ഞങ്ങളുടെ റൂമില് അന്ന് ഏറ്റവും കമത്തലൊക്കെ നമ്മൾ കറക്റ്റാ. നമുക്കറിയാം നമ്മുടെ അളവ്. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കൈപ്പൻസ്. ശുങ്കുന്ത് പറയാൻ പോകുന്നത് സ്വാഗതം. നീ മലയാളം, ഫുള്ള് മലയാളം. കുഞ്ഞുമണി എന്റെ പയ്യനെ കുഞ്ഞുമണി നോക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. സാഹചര്യം പോലെ എല്ലാ ദിവസവും വിചാരിക്കും, പക്ഷെ പകുതി കൊണ്ട് വ്ളോഗ് ചെയ്യും. അതാണ് ലാസ്റ്റ് വ്ളോഗിലൊക്കെ പകുതി 2 ദിവസം വ്ളോഗൊക്കെ ആക്കിയത്, ലാസ്റ്റ് 2 വ്ളോഗിനകത്ത്. കാരണം പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ ബിസി ആയി പോകും. നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് മറ്റേ ഒരു വാള് മേടിച്ചു ശുങ്കുന്. അത് കഴിഞ്ഞ ദിവസം മേളയ്ക്ക് പോയപ്പോ മേടിച്ചോണ്ട് വന്നതാണ്. അതെ, ഗൂസ് ഫെയർ എന്ന് പറഞ്ഞ അതിന്റെ ക്ലിപ്പ് ഈ വീഡിയോക്കകത്ത് കാണിക്കാവേ. അപ്പൊ എനിവേ, വെൽക്കം ടു അതെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. എന്താ രാവിലെ റാഗിയാണോ? ഇതെന്ത് റാഗി? എന്താ ഇറങ്ങത്തില്ല? എന്താ പരിപാടി? റാഗി ദോശ. ഇത് 5 ഇന്നലെ പിസ്സക്ക് വേണ്ടി സെറ്റാക്കി വെച്ചേക്കാണ്. പിസ്സ ഇന്ന് പിസ്സ ഗോപുരം ഞങ്ങൾ പണിയുന്നതാണ് ഗൈസ്. പിസ്സ ഗോപുരം. അപ്പുറത്ത് പുട്ടാണോ ആ കുക്കറിലിരിക്കുന്നത്? കുക്കറിലല്ല, ഇഡലി പാത്രത്തിലിരിക്കുന്നത്. കുഞ്ഞുമണിക്കുള്ള പഴം. ആ, കുഞ്ഞുമണിക്കുള്ള ഇച്ചിരി പഴം പുഴുങ്ങി കൊടുത്തു നോക്കട്ടെ. ഓക്കേ. എന്തോ ചുങ്കു? I like pizza. ഓ, ചുങ്കു ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ ചുങ്കു. കുഞ്ഞുമണി ഡാഡിയുടെ കയ്യിലിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞുമണി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. കുഞ്ഞുമണി ഡാഡി ഉള്ള കാരണം ഡാഡിയുടെ കയ്യില്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കും. ഇതിന്റെ ഉള്ളില് ഈ ആഫ്രിക്കക്കാര് പിള്ളേരെ ചുവന്നുകൊണ്ട് നടക്കത്തില്ലേ, ഞാൻ ഇതിന്റെ ഉള്ളിലിട്ട് കെട്ടിക്കൊണ്ടാ നടക്കുന്നത്. അതെങ്ങനെ കെട്ടി നിന്ന് കാണിച്ച് ഞാൻ എന്റെ ദോശത്താവ ഇങ്ങോട്ട് ആദ്യം പോരാ നേരത്ത് വാങ്ങി വെച്ചതാ. വെയിറ്റ് കാരണം ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുവന്നില്ല, ഈ പ്രാവശ്യം പോകുന്നപ്പോ എടുത്തോണ്ട് വന്നു. ഞാൻ ഉക്കടിക്കാൻ പോവാ. പൊളിഞ്ഞു പോലുവോ? എണ്ണ തീർക്കണോ ഫസ്റ്റ് തന്നെ? നാട്ടിൽ നിന്ന് മറ്റേ എന്തോ എല്ലാം സെറ്റ് ആക്കിട്ട് കൊണ്ടുവന്നല്ലേ? ഇല്ല, ഇതാ തവ. മറ്റേ ദോശക്കല്ലെന്തല്ലേ? ദോശക്കല്ല് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇത് മറ്റേ നോൺ സ്റ്റിക്കിന്റെ തവയാ. എന്താണ് ഇത് ഞാൻ ഉമ്മ ഇച്ചിരി ഉള്ളി വെച്ചിട്ടൊന്നും അരച്ചു കൊടുത്തതാ. നീ ഇപ്പൊ എങ്ങാനും പിടിച്ചാലോ? ഫസ്റ്റല്ലേ റാഗി ദോശ. ഇൻസ്റ്റന്റ് റാഗിയാണ് ഞാൻ. എന്തോ അതിനകത്ത് ചേർത്തേക്കുന്ന റാഗിക്കകത്ത്? അതില് സവാളയുണ്ട്, പച്ചമുളകുണ്ട്, ജീരകമുണ്ട്. ചുങ്കു എരി കഴിക്കില്ലാത്തോണ്ട് ഒരു പച്ചമുളകിന്റെ വാലി മാത്രം ചേർത്തിട്ടുള്ളൂ. എങ്ങാനും അവനിനി എരിയോടുണ്ടല്ലോ നടത്തിട്ട് ഓടിക്കളിക്കുന്നതിന്റെ ദോശ. കഴിഞ്ഞ പ്രാവശ്യത്തെ തവേരെ പോലെ ഇതിലെങ്ങാനും എടുത്ത് പൊറോട്ട ചപ്പാത്തി എങ്ങാനും എടുത്ത് ചൂടാക്കിയ ഇടിച്ചു മൂക്ക് പറ്റില്ല. കുഞ്ഞുമണിക്ക് നമ്മുടെ ഫുഡിന്റെ പരിപാടി അവിടെ നിർത്തി. കുഞ്ഞുമണിക്കുള്ള കാര്യം നോക്ക്. കുഞ്ഞുമണി വെള്ളം വെച്ച് തുടങ്ങി. ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ നാരൊക്കെ കളഞ്ഞിട്ട് മീൻസ് കറുത്ത അരിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്ത് ഇനി കൊടുക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നമ്മുടെ ഷഫ്നയുടെ വീട്ടിലായിരുന്നു ചെടിയൊക്കെ വെച്ചിട്ട് പോയത്. ഇപ്പോൾ ചെടിയെല്ലാം ഇവിടെ തിരിച്ചു വന്നു ഗൈസ്. നമ്മൾ എന്നിട്ട് മണി പ്ലാന്റ് ഒക്കെ ഇച്ചിരി വളർന്നു. രാവിലെ റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. കൂടെ കഴിഞ്ഞ ദിവസം കുറച്ച് മട്ടൻ കറി വെച്ചായിരുന്നു 5.
അപ്പം അതും രാവിലെ റാഗി ദോശയും കൂടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരാൾ ഡാഡിയുടെ മാലയിൽ പിടിച്ചാണ് കളിക്കുന്നത്. ഒരാൾ ഇവിടെ നിന്ന് കാർട്ടൂൺ കാണുന്നു, ഒരാൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. ഇടയ്ക്ക് അസ്തയിൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബിരിയാണി വെക്കാനുള്ള പകുതി സാധനം ഇന്നലെ വാങ്ങിയിട്ടുള്ളത്. പകുതി സാധനം വാങ്ങി ഇന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതെല്ലാം വാങ്ങി കൊണ്ടുവന്നു. അവരെല്ലാം വീട്ടിലാണ്. ഇനിയിപ്പോൾ ശുങ്കുവിന് 1 മണിക്ക് ട്യൂഷനുണ്ട്. ട്യൂഷൻ വിടാൻ പോകണം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഒരാൾ താണ്ട് ഇവിടെ ട്യൂഷന് പോകാൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ട്യൂഷന് കൊണ്ട് വേണം. 1 മണിക്കൂറുണ്ട് കേട്ടോ. മാത്സിൻ്റെ ട്യൂഷനാണ്. ഇതാരുടെ വെട്ടി ഡാഡിയുടെ തലക്കിട്ട് വെട്ടരുത്. പിസയ്ക്ക് കുഴച്ച് ചേർന്നത് ഡബിൾ സൈസായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി കർത്താവിന് അറിയാൻ ഞാൻ ഇത്തിരി പൊടിയൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് എന്താ പറയണേ പീസാക്കി തിരിച്ചു വെക്കാം. അതൊരു 4 കട്ടിയില്ലാതെ നമുക്ക് ഇതിന് ക്രസ്റ്റ് തിന്നു പോരെ. അപ്പോൾ 4 ഇതെന്താ പീസ് ചെയ്ത് റോൾ ചെയ്ത് വെച്ചേക്കാം വൈകുന്നേരത്തേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പൊ ഉണ്ടാക്കുന്നില്ല മീൻസ് വൈകുന്നേരം അന്നേരം ഇതാക്കി എടുത്താൽ പോരെ. അതാകുമ്പോൾ നേരെ എടുത്തിട്ട് പരത്തി ഇതാക്കണം. പിന്നെ അന്നേരം മുറിച്ച് ഇതാക്കണ്ടല്ലോ. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഒരു 4 ചെറിയ പീസായിട്ട് വെക്കാൻ പോവുക. കാരണം ശുങ്കുവിന് കട്ടിയില്ലാത്ത തിൻ ക്രസ്റ്റ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടപ്പം നമുക്കിതിനെ 4 പീസി ഇങ്ങനെ റോൾ ചെയ്ത് ഇനി ഇത് ഇവിടെ വെച്ച് കവർ ചെയ്ത് വെച്ചേക്കാം. അതാകുമ്പോൾ ഇത്തിരൂടെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ വയ്ക്കുന്നതോടെ നല്ലോണം സെറ്റാവും, പൊങ്ങി വലുതായിട്ട് വരും. ഇപ്പം കുഞ്ഞിതാ ഒന്നേ ഞാൻ പിസ്സ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതെന്താണേലും 9 സക്സസ്. ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ പറയുമായിരുന്നു ഡാഡി പിസ്സ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് വേള. അല്ല ഞാനിവിടെ അന്ന് ഒരിക്കലേ ഉണ്ടാക്കിയുള്ളൂ. ഒരെണ്ണം തിന്നു ഒരെണ്ണം തിക്കുണ്ടാക്കി. പക്ഷെ അത് നന്നായിട്ട് വന്നായിരുന്നു കേട്ടോ. അതാ വരുന്ന അവിടെ നിന്ന് മുകളിൽ നിന്ന് വിളി വന്ന് തറയിലിട്ടിട്ടാ വന്നേ. സോറി താഴേന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ശുങ്കു കുറേ ദിവസമായി പറയുന്നു പിസ്സ മേടിച്ചു കൊടുക്കണേക്കാളും നല്ലതാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുത്താ. പിന്നെ ഞാൻ ഉണ്ടാക്കിയേക്കാന്ന് വെച്ച് വീണ്ടും ഞങ്ങളുടെ പരീക്ഷണശാലയിലേക്ക്. ഇപ്പൊ പരീക്ഷണശാലയിലെന്ന് പറയാനില്ല, പരീക്ഷണങ്ങൾ അത്രയും പരീക്ഷണങ്ങൾ അതുണ്ടാക്കി. ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ അപ്പൊ ഇവള് സമ്മതിക്കുന്നില്ല, 1 മിനിറ്റ് മാറാൻ സമ്മതിക്കുന്നില്ല. അവക്ക് കണ്ടോണ്ടിരിക്കണം നമ്മളെ. അതാണ്ട് വിളിക്കുന്ന എന്നെ പോലെ എന്നെ കാണണ്ടല്ലോ നമുക്ക്. ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കാട കിട്ടി. ഒരു 4 കാട കിട്ടി. അപ്പം ഇന്ന് നമ്മൾ കാട ഫ്രൈ ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക്. അതുപോലെ ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അതൊക്കെയാണ് പരിപാടി. ഇതിൻ്റെ പരിപാടി ഞാനാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. 5 മേളിൽ റൂമൊക്കെ സെറ്റാക്കാൻ പോയിരുന്നു. ഞങ്ങൾ പാചകം തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളുടെ ഗസ്റ്റ് ഇപ്പോൾ വരും. ഞാനിവിടെ കാട ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 വെച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അതുപോലെ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം കളയുണ്ടെന്നോ വെള്ളം കളയുണ്ടെന്ന് ചിക്കൻ. അതാ ഇതിട്ടെടുത്ത് വെക്കുക കൈയോടെ. അഞ്ചുവിൻ്റെ പിസ്സ 4 പീസായിട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഓടാൻ മടി. മീൻസ് ഇത് തപ്പിയിട്ട് കിട്ടാത്തപ്പോൾ ഞാൻ 4 പാത്രം വെച്ച് മൂടി വെച്ചു. എന്താണെങ്കിലും മൂടിയിരുന്നാ പോലെ. നമ്മൾ തകർത്ത് വാരി പണിയിലാണ്. 3:45 നിമിഷം നേരം കൊണ്ടുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിരിയാണി സ്പെഷ്യൽ കൈപ്പൻ ബിരിയാണി. ഇത് പണ്ട് എന്നെ ഒരു മുസ്ലിം കൊച്ചു പഠിപ്പിച്ചതാണ്. ഏത് മുസ്ലിം കൊച്ച്? നമ്മുടെ ഷംല. അവളുടെ കൂട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ ഒരേ വാർഡിൽ വർക്ക് ചെയ്ത കൊച്ച. അവളുടെ ഇത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയ റെസിപ്പിയാണത്. ഓക്കെ, ഞങ്ങളുടെ റൂമിൽ അന്ന് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ബിരിയാണി വെക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനായിരുന്നു. ചിലവാണ്, ഫുൾ ചിലവാ. എൻ്റെ ബിരിയാണിക്ക് എങ്ങനെ പോയാലും അന്നത്തെ കാലത്ത് ഒരു 800-900 രൂപ ചിലവായിരുന്നു. ഏറ്റവും ലോ ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. സാജു വരുണ്ട്. സാജു 10 രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കറിയും മറ്റേ ഒരു സാമ്പാറിനുള്ള കൂട്ടവും വേണമെങ്കിൽ ഒരു മീനൂടെ മേടിച്ചോണ്ട് വരും. ഇത് ഞങ്ങളെ 10 രൂപയ്ക്ക് അവിടെ പൂറ്റിയിട്ടുണ്ട്. അത് സാജുവൊക്കെ ഇപ്പം കാനഡയിലെ വലിയ ദാതാവാണ് അവൻ.
സച്ചേട്ടൻ കാണണ്ട. വല്ലപ്പോഴും കാണും കേട്ടോ നമ്മുടെ വീഡിയോ. അവനങ്ങനെ വീഡിയോ കാണാറില്ല. സാജു AK പിസ്സ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഒരെണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാരണം അവരിപ്പം വരും ഇവിടെ കുക്കിങ്ങിന്. പച്ചക്കറി മീൻസ് പച്ചക്കറിയല്ല, ബിരിയാണി ഉണ്ടാക്കാൻ സവാള അരിയുന്നതേ ഉള്ളൂ. അപ്പോൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. പിസ്സ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ ശരിയാവുകയാണെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ചായ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് ടോപ്പിങ്സ് ഒക്കെ ശരിയാക്കട്ടെ. കുറച്ച് കോണ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ എന്തോ ഒരു സാധനം അവിടെ മേടിച്ചായിരുന്നല്ലോ. ദാണ്ടേ ഇത് സലാമി ആൻഡ് ചീസിൻ്റെ ഒരു ഇത് മേടിച്ചോണ്ട്. ഞാൻ പെപ്പറോണി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് മേടിച്ചുകൊണ്ട് വന്നത് ഇത്. അതേ കിട്ടിയുള്ളൂ, കാരണം കിട്ടാതെല്ലാം എടുത്തു. അപ്പോൾ ഇതും ഇട്ടിട്ട് നമുക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് വേഗം ഒരു തക്കട മുക്കടൻ പിസ്സ ഉണ്ടാക്കാം. അരിഞ്ഞിട്ട് വരട്ടെ. അച്ചാച്ചനും കുഞ്ഞുമണിയും താഴെ കിടക്കുന്നു. അച്ചാച്ചൻ ഇന്ന് ശനിയാഴ്ചയാണ് TV ടൈം ഉണ്ട്, അതും TV കാണുന്നത്. കുഞ്ഞുമണി കൊണ്ട് താഴെ കിടന്ന് കളിക്കുന്നത്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കേട്ടോ. ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള ഇടാലോ. അതെ, ക്യാപ്സിക്കം, കോണ്, പിന്നെ ചീസ്. ഒനിയൻ ഇട്ടായിരുന്നു നമ്മള്, ഞാൻ മറന്നുപോയിപ്പാ. ഒനിയനൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും. ഇടണോ? ഓർക്കുന്നില്ല. വേണമെങ്കിൽ ഇടാം. ഞാൻ ഏതൊക്കെ ഇട്ടേന്ന് പറഞ്ഞു. പിന്നെ അലമ്പായിപ്പോ. പൈനാപ്പിൾ ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു, കോൺ ഇട്ടു. മറ്റേ മൊസറല്ല മേടിച്ചില്ല. മൊസറല്ല അല്ല, മറ്റേ അതിനകത്തേക്ക് ഒരു ടൊമാറ്റോടെ ഇതുണ്ടല്ലോ, അത് മേടിച്ചായിരുന്നു. മേടിച്ചില്ലേ? അറിയത്തില്ല, മേടിച്ചാണോ? ഇല്ല, മേടിച്ചില്ല. ഞാൻ ലിസ്റ്റ് അയച്ചിരുന്നു. അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം മേടിച്ചില്ല. ആദ്യം മേടിച്ചത് ഇരിക്കുന്നതിന്റെ ബാക്കി ഒരു ഇച്ചിരി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒന്നുകൂടെ കടയിലോട്ട് പോടിയാണ്. രാവിലെ പോയതുപോലെ. അയ്യോ, ഇത് പാടാണല്ലോ. രാവിലെ ഒരാൾ ഇവിടെ നിന്ന് കടയിൽ പോയി ബിരിയാണിക്ക് ചിക്കൻ മേടിക്കാൻ പോവുകയാണേ. അത് കാണിക്കാതെ ഞാൻ ഇവിടെ ഇത് തോണ്ടിരുന്നിരിക്കും. നീ എന്ത് പാടാടെന്ന് ചോദിച്ചു. അത് ചോദിച്ചു. അപ്പൊ അത് എന്തൊരു പാടാടേന്ന് ഞാൻ ചോദിച്ചു. ആ പാടാടെ എന്താന്ന് നോക്കാൻ വന്നാണ്, കാണിക്കാൻ വന്നേ. അപ്പൊ ആൾക്കാർ എന്താണ് ഇത് പാടാടെ എന്ന് പറഞ്ഞു. എന്റെ ഭാഷ എവിടത്തൊക്കെ മിക്സ് ആണല്ലേ. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വായി വരുന്നത് നമ്മൾ സംസാരിക്കുന്നത് അത്രയൊക്കെ ഉള്ളൂ. ഭാഷയിലൊക്കെ എന്തിരിക്കുന്നു, നമ്മൾ പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലായാൽ പോരെ. ബാക്കി പറയും. എന്ത് പറഞ്ഞേ? ചിക്കന് ബിരിയാണിക്ക് ചിക്കൻ മേടിച്ചിട്ട് വരാടി, നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നീ ലിസ്റ്റ് അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ബിരിയാണിക്ക് ചിക്കൻ മേടിക്കാൻ പോവാണല്ലോ, അപ്പം ലിസ്റ്റ് അയക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനതുകൊണ്ട് ചിക്കൻ ഒഴികെ ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ലിസ്റ്റ് അയച്ച് തിരിച്ചിവിടെ വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇടി ഞാൻ ചിക്കൻ മേടിച്ചില്ലെന്ന്. അത്ര ഇല്ലല്ലോ. അതുകൊണ്ട് ട്യൂഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചിക്കനും വാങ്ങി, ലിഡിൽ കയറി ചിക്കനും വാങ്ങി. അതെന്ത് സാധനം? ഇത് മൈദയല്ലേ, ഞാൻ ഇച്ചിരി ബ്രെഡ് ക്രംസ് ഇടുവാണേ അതിനെ പരത്താൻ വേണ്ടിയിട്ട്. നമ്മൾ എക്സ്പേർട്ട് ഒന്നുമല്ല, നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി കണ്ടും ഒക്കെ ഇങ്ങനെ പഠിച്ചതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി സക്സസ് ആയി, രണ്ടാമത്തെ സക്സസ് ആണെന്നുള്ളത് ഇനി വരുന്നവര് അതിഥികൾ പറയും. അന്നത്തെ കൊള്ളാന്ന് നിങ്ങൾ എല്ലാരും പറഞ്ഞു. അതാ പറഞ്ഞു, എപ്പോഴും എല്ലാരും ഒരുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവുമോ? ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ എത്ര ഉണ്ടാക്കുന്നതാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ നന്നാവും. ഉണ്ടായി ശരിയാവോ? ശരിയായില്ലേ ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കും. അത് ഓൻ്റെ ഉള്ളിൽ അടച്ചു വയ്ക്കും. അങ്ങനെയല്ല, നമ്മളാണെങ്കിൽ കുഴപ്പമില്ല, ഫ്രീ ഹീറ്റായി 10 minutes. നമ്മളാണെങ്കിൽ കുഴപ്പമില്ല, മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കൊള്ളത്തിലേക്ക് കൊടുക്കാനും മോശമല്ലേ? കുഴപ്പമില്ല. പിന്നെ അല്ല, പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനം എന്നറിയോ, വരുന്നത് ഡെന്നിച്ചേട്ടനാണല്ലോ. ഉപ്പുമാവ് മാത്രം എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ആളായ കാരണം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു. അതന്നെ ഞാൻ എവിടെയാ ഡെന്നി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഉപ്പുമാവ് തിന്നാൻ പോവാന്ന് എന്ന് വിളിച്ചാലും ഉപ്പുമാവായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതെ, തിൻ പിസയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ബഹളം അവിടെ നിന്ന് അച്ചാച്ചനും മോളും കൂടെയെന്ന്. മറ്റേ പേസ്റ്റ് പ്യൂരെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഈ ടൊമാറ്റോ പേസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പോവാണ്. ടൊമാറ്റോയുടെ പേസ്റ്റ് തേച്ചു വാരിപ്പറക്കി ഇടുക. കൈ കിട്ടുന്നതൊക്കെ ഇട്ടു. നമ്മൾ ടോപ്പിംഗ് എല്ലാം വെച്ചു. ഇത്തിരി വലുതാ ഇത്. ചീസോ?
ആർഭാടം ഒട്ടും കുറയ്ക്കണ്ട. കൈ കിട്ടിയതൊക്കെ വാരിയിട്ടിട്ടുണ്ട്. കുറെ ചീസും വാരിപ്പെട്ടിട്ടുണ്ട്. ഞാൻ 160 ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാം. അയ്യോ ഉണ്ടാക്കിക്കോ. നീയാണോ ഉണ്ടാക്കുന്നത്? ഇല്ല ഇല്ല, ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ. ഞാൻ സ്പൂൺ എടുത്തു. കാട നമ്മൾ ഉണ്ടാക്കാൻ പോകും ഗൈസ്. കാട ഫ്രൈ, തട്ടുകട. ഷെഫ് കൈപ്പൻ ഓൺ ദ ഫ്ലോർ. യെസ്, നമ്മളെല്ലാം ആദ്യമേ എല്ലാം ഓപ്പൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇത്തിരി അലമ്പ് പിടിച്ച് കിടക്കുകയാണ്. ഓരോ സൈഡിൽ ഒറ്റയടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കുക്ക് ചെയ്യുന്നത്. കാട, ബിരിയാണി, പിസ്സ. അപ്പൊ ഇരിക്കുന്ന അല്ല, ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഇന്ന് അപ്പൊ നമ്മൾ മെതുവേ നമ്മുടെ കഴുകി വെച്ച കാട ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കിടത്തുക. ഞാൻ ആദ്യം കണ്ടപ്പോ ഇത് മുയൽ കുഞ്ഞാന്ന് വിചാരിച്ചു. ഇത് മുയലും കുഞ്ഞു, എനിക്ക് തവളേനെ പോലെ തോന്നുന്നു. അപ്പൊ കാട സെറ്റ് ആയിട്ടുണ്ട്. കാട ഇങ്ങനെ കൂടെ കിടത്തുക. 4 കാടയുണ്ട്. ഒന്നുകൂടെ കഴിയണോ? കഴിയില്ല, ഞാൻ വൃത്തിയായിട്ട് കഴിയതാ. ഒരു കളർ അതങ്ങനെ ഉണ്ടാവുന്നല്ലേ. അപ്പൊ ഞാൻ 3-4 വെള്ളത്തിൽ കഴിയതാ കേട്ടോ. നിങ്ങളുടെ മുഖം വേണോ? ഓഫ് കോഴ്സ്, ഷെഫിന്റെ മുഖമില്ല പിന്നെന്താണ്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ബാക്കിലോട്ട് തേച്ചാലോ? ഇടിയുള്ളൂ ടിഷ്യൂ ഒക്കെ. അതെ, ഈ സ്വഭാവം മോനും. കഴിച്ചു കഴിഞ്ഞിട്ട് കൈ അവിടെ വരെ പോയി കഴുകാനും ടിഷ്യൂ എടുക്കാനുള്ള മടികൾ നേരെ പാൻ്റെ തൂക്കും. നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ഞാൻ തേച്ചില്ല, തേക്കാൻ പോവുമായിരുന്നു. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി കടയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഗരം മസാല. നാരങ്ങ എടുക്കണം. ഞാൻ മെനു ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എത്ര ധൈര്യം. ചക്കയല്ല, കുറച്ച് കുരുമുളക്. ഗൈസ്, നിങ്ങളെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതെ അയ്യോ, നമുക്ക് വറ്റൽമുളക് ഇട്ടുണ്ടാക്കായിരുന്നു, കുരുമുളക് ഇടാതെ. കുരുമുളക് ഇട്ട് ഇനി മുളക് പൊടി ഇടാതെ വേണേ വറ്റൽമുളക് ഇടാം. അന്നേരം കളർ വരത്തില്ലപ്പാ. എന്നാൽ കുറച്ച് മുളക് പൊടി. നെക്സ്റ്റ് ടൈം ജസ്റ്റ് മിക്കവാറും കണ്ടം വഴി ഓടും തോന്നുന്നു. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വാരിയിട്ടുണ്ട്. മല്ലിപ്പൊടി വേണോ? കിടക്കട്ടെ, മല്ലിപ്പൊടി വേണ്ടെന്ന്. ഞങ്ങള് ബാച്ചിലേഴ്സ് എപ്പോഴും എല്ലാം തിരുത്തുണ്ട്. എന്ത്? ഞങ്ങൾ ബാച്ചിലേഴ്സ് എന്നുള്ളത് തിരുത്തുണ്ട്. എന്നാ സ്പൂണ് എപ്പോഴും ബാച്ചിലർ 10 വർഷം മുന്നേ ആയിരുന്നു കേട്ടോ ബാച്ചിലർ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അപ്പൊ അതെല്ലാം സെറ്റായി. ഇനി നമ്മൾ നാരങ്ങ നീരൂടെ തേക്കണമല്ല, ഇളനീരല്ല, നാരങ്ങ നീര്. കറക്റ്റായിട്ട് നാരങ്ങ നീരെന്ന് പറയണം. ഞാൻ പറഞ്ഞ ഇളനീരല്ല. എന്ത് കാര്യങ്ങളും ആൾക്കാരോട് പറയുമ്പോൾ അത് സ്ഫുടതയോട് പറയണം. നാരങ്ങ നീരെന്നല്ല ഞാൻ പറയാൻ വന്നത്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം എന്ന് പറയാൻ വേണ്ടി തിരുത്താൻ വന്നതാണ് രാജാവ്. ക്ഷമിക്കും രാജാവേ. ഇളനീരല്ല, നാരങ്ങ. എന്റെ മാതാവേ, ഇനി ഞാൻ ഈ ഇളനീര് എത്ര ദിവസം സഹിക്കണം? അപ്പൊ നമ്മളൊരു നാരങ്ങ എടുത്തു, അത് 2ആയിട്ട് കട്ട് ചെയ്യണം. അതിനല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ലയോ? നമ്മുടെ നാരങ്ങ 2ആയിട്ട് കട്ട് ചെയ്തു. ഇനി ജസ്റ്റ് ഒരു അര നാരങ്ങ മതി കേട്ടോ. അതിന് കുരു മാറ്റിയില്ലപ്പാ. കുരു അതിനകത്ത് ഇടുമ്പോ ഞാൻ എടുത്ത് കളഞ്ഞാ പോരെ. അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ അവിടെ ഒരു സാധനം വെച്ചിരുന്നു, നോക്കട്ടെ. എന്താ? ചീര ഒക്കെ എടുത്ത് കളഞ്ഞ് കുറച്ച് എണ്ണ അതിനകത്ത് ആഡ് ചെയ്തോട്ട് വന്നു. എണ്ണ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കലത്തേപ്പൊടി കമത്തുന്നുണ്ട്. കമത്തലൊക്കെ നമ്മള് കറക്റ്റാ, നമുക്കറിയാം നമ്മുടെ അളവ്. എന്താ ചിരി. അതൊക്കെ നമ്മുടെ കാടക്കോഴി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ചു നേരം ഉപ്പിട്ടില്ല കേട്ടോ. ഇതാണ് പറയണത്, ഞാൻ കൂടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ലെന്ന് കേട്ടോ. നീ കൂടെ ഉണ്ടായത് കൊണ്ടാണ് അത് വിട്ടുപോയത്. പിന്നല്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഉപ്പില്ലാത്ത കാട കൂട്ടുകാർക്ക് കൊടുത്തേനെ. അയ്യോ, ഞാൻ സോറി. ഞാൻ കാടേനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് എന്റെ കണ്ണ് കാടേനെ ഫോണ് അപ്പുറത്തിരിക്കണം. ആയിപ്പോയി. ഐ എം സോറി അളിയാ. ഓക്കെ, ഞാൻ പറയണേ, എല്ലാത്തിനും എന്റെ മേൽനോട്ടം അല്ലെങ്കിൽ നിങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന്. ഉപ്പിന് ഉപ്പ് വേണം, ഞാനുള്ളത് വേണം. കൊണ്ടാണ്. അതെ,
അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. സ്മരണ ഇരിക്കണം. ഞാനതിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. ഉപ്പുണ്ടോ? എനിക്ക് വേണ്ട. ഓക്കെ, നല്ല നല്ല കാട. ഇപ്പൊ നല്ല ചുവന്ന തക്കടും മുണ്ടും കാടയായിട്ടുണ്ട്. 1000 കോഴിക്ക് അരക്കാട എന്നാണ് പറയുന്നത്. 1000 കയ്പന് അല്ല, കയ്പന് കയ്പെന്ന് അല്ല. നമ്മൾ കോഴിയല്ല, നമ്മൾ ചെറിയ കോഴിയല്ല, വലിയ കോഴിയാണ്. കാടയുമായിട്ട് തന്നെ കമ്പയർ ചെയ്യരുതെന്ന്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുണ്ടോ? മറ്റേ പിസ്സ കട്ടിങ് സാധനം ഞങ്ങളുടെ മേടിച്ചില്ല കേട്ടോ. തന്നെ ഞങ്ങൾ കത്തി കൊണ്ട് മുറിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്, ഡെന്നി വൈഫും. അവർക്ക് വന്നപ്പോഴേ അവരെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ പിസ്സ കൊടുത്തു. നമ്മൾ ബിരിയാണിയുടെ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. പിസ്സ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ചിക്കൻ വറക്കാൻ വേണ്ടി മസാലയൊക്കെ ചേർത്ത് ഒന്ന് കുഴച്ച് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അഞ്ചു അവിടെ നമ്മുടെ സവാള വറുത്ത് പോരുന്നു. ബിരിയാണി അല്ല, നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോ നെയ്ച്ചോറാക്കിയിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറാക്കിയില്ല. എന്നോട് പറയും ഞാൻ ചോറ് വെക്കാം, നീ കറി വെച്ചോളാം. ഞാൻ പറഞ്ഞു ബിരിയാണി വെക്കാന്ന് പറഞ്ഞ ആള് ബിരിയാണി വെച്ചോണെങ്കിൽ ഞാൻ ചോറ് വേവിച്ചേരാ ഞാൻ പറഞ്ഞു. സമയം 6 മണിയായി. എത്ര മണിക്ക് തുടങ്ങിയത്? തുടങ്ങിയൊന്നുമില്ല, അവിടെ എത്തി വെച്ചതേ ഉള്ളൂ. ക്യാമറമാൻ ഡെന്നിയാണ് കേട്ടോ. അത് തന്നെ, പഴയ ക്യാമറമാനായിരുന്നു. ഇസ്രയേലിൽ വെച്ച് എന്റെ ലൈവ് വീഡിയോകളിലെ ക്യാമറാമാനായിരുന്നു. ടിജോ ഡെന്നി ഓടി. അതെ, കറക്റ്റ് സമയത്ത് നമ്മൾ ഇങ്ങോട്ട് ചാടിയത്. ഞാൻ സവാള വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. അയ്യോ, ഞാനിത് വറുത്ത് പോരാൻ നേരത്തെ പഞ്ചസാര ഇടാൻ മറന്നുപോയി. ക്രിസ്പിനെസ് ഐ ഫോർഗോട്ട്. എന്തേലും ആവട്ടെ, സവാള വഴറ്റാൻ വെച്ചിട്ടുണ്ട് മൈലളി. സ്ഥിരം ഡയലോഗായിരുന്നു. നമ്മള് ചിലപ്പോൾ നമ്മൾ ഊട്ടിയൊക്കെ കഴിഞ്ഞ് വെപ്രാളം പിടിച്ചാൽ വിളിക്കത്തൊന്നുമില്ലല്ലോ. നമ്മൾ വിളിക്കും, എവിടെയാ അത്? ഡെന്നി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഉപ്പുമാവ് തിന്നാൻ പോവാന്ന്. കൊറേ ഉപ്പുമാവ് തന്ന. അത് കേൾക്കുമ്പോഴേ എനിക്കറിയാലോ ഉപ്പുമാവ് പറ്റിക്കാന്ന് നമ്മളറിയാം. കട്ടൻ ചായ ഉപ്പുമാവും. അയ്യോ പോയി. നമ്മള് കറി ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി അവിടെ മുന്തിരിങ്ങയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറിയുടെ അരപ്പാണ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും എയർ ഫ്രയറിനകത്താണ് ഇത്. അപ്പോൾ അതിനകത്ത് ഇത്രയും ഇതാക്കി വെച്ചിട്ടുണ്ട്. വറുത്തിട്ടാണ് ചെയ്യുന്നത്. കറിയിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് സെറ്റ് ചെയ്യണം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ഒരെണ്ണമുണ്ടല്ലേ, നമ്മൾ നമ്മുടെ കാട ഫ്രൈ ചെയ്യാൻ പോകണം. ഇത് എയർ ഫ്രയറിനകത്താണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ ബിരിയാണി ഏകദേശം ഇവിടം വരെയായി. ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. 5 കൊണ്ട് നമ്മുടെ ചോറ് ഇതിനകത്തോട്ട് എടുത്തിടുന്നു. ഞങ്ങൾ ആദ്യമേ ഞാൻ മര്യാദക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. ഞാൻ ആദ്യം കൈപ്പൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു, പിന്നെ സാധാരണ ബിരിയാണി ഉണ്ടായി, പിന്നെ അതിന് ശേഷം നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു കുക്കർ ബിരിയാണി ഉണ്ടാക്കാന്ന്. ഞങ്ങളൊന്നല്ല, ഈ പ്ലാനിങ്ങുകളെല്ലാം എന്റെ മനസ്സിലല്ല, നിങ്ങളുടെ മനസ്സിൽ നടന്നു. നിങ്ങൾ തന്നെ പ്രോസസ് ചെയ്തു, നിങ്ങൾ തന്നെ ക്യാൻസൽ ചെയ്തു. അവസാനം 5 ബിരിയാണി ഉണ്ടാക്കി. ശുഭം കുഞ്ഞുമണി. അപ്പൊ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഓക്കെ ആയി. ഇനി ബാക്കിയുള്ള പരിപാടികൾ. അങ്ങനെ നമ്മുടെ കാട റെഡി ആയിട്ടുണ്ട്. സക്സസ്ഫുൾ. തട്ടുകടയിലെ കാട ഇനി കഴിച്ചു നോക്കട്ടെ. ജോബിന് വന്നിരിക്കുകയാണ്. ജോബിന്റെ പഴയകാല സുഹൃത്തിനെ കാണാൻ വേണ്ടി. ഡെന്നിയും ജോബിനും ഒരുമിച്ച് പഠിച്ചാണ്. ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? 10ാം ക്ലാസ്സിൽ. 14 വർഷത്തിന് ശേഷം എന്നിലൂടെ നിങ്ങൾ കാണാൻ പറ്റി. എൻ്റെ ജോബിന് നമ്മുടെ വീഡിയോ വരുന്ന കണ്ടപ്പോൾ ആണ് ഡെന്നി ചോദിച്ചത് ജോബിൻ നിങ്ങളുടെ കൂടെ ആണെന്നുള്ളത്. അപ്പൊ രണ്ടുപേരും വയനാട് യെസ്.
10ാം ക്ലാസ്. പണ്ടത്തെ മെയിൻ പഠിപ്പിച്ചായിരിക്കും. കണക്ക് എഴുതിക്കൊണ്ട് വരാത്തത് കൈക്കൂലി മേടിച്ച് കണക്ക് എഴുതിക്കൊണ്ട് വന്ന് കാണിച്ചു മറ്റേ ബുക്ക് എഴുതാൻ വേണ്ടി 5 രൂപ ഹോംവർക്ക് ചെയ്തിട്ട് വരണല്ലോ. 5 രൂപ കൊടുക്കണം. എനിക്ക് മാത്രമേ കണക്ക് പുസ്തകം മാസ്റ്റർ മൈൻഡ് കൊണ്ട് നടത്തുകയാണല്ലേ. അപ്പൊ അങ്ങനെയാണ്. ജോബിനും ഡെന്നിയും രണ്ടുപേരും വയനാട്ടുകാരാണ് കേട്ടോ. ഇവിടെ ഡെന്നി ലിവർപൂള്, ഞങ്ങൾ നോട്ടിംഗ്ഹാം. യെസ്. നിന്നെ സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്തില്ല, ഇല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും നിന്നെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയില്ല, എന്തുകൊണ്ട് പരിചയപ്പെടുത്തിരുന്നത്. ഡെന്നി എൻ്റെ കൂടെ ഇസ്രായേലിൽ വർക്ക് ചെയ്ത്, അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു. ഞങ്ങൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. ലിവർപൂളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്, സാമ്പത്തിക സഹായം വേണമെങ്കിൽ പ്രത്യേക കോണ്ടാക്ട്. ഡെന്നി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം ആവുന്നേ. നമ്മൾ വന്നിട്ട് 2.5 വർഷം. അങ്ങനെ കൂടി പോകുന്നു. ഞാൻ ശിശു. എല്ലാരും ശിശുവാണ്. നമ്മളൊക്കെ വരുന്ന അങ്ങനെ വളർന്ന് വരുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം ഡെന്നി ഞങ്ങളുടെ വ്ലോഗിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. ഫുഡ് സതേഷ് ക്ഷമിക്കുക, ഞാൻ 3:30 വന്നേനെ. ഫുഡ് വെച്ച് തീർന്നു ഇപ്പോഴാണ്. ഞാൻ വന്ന് നോക്കുന്നുണ്ട് ഒരാൾ വരും ഇതിനെ പോലെ ഓടുന്നുണ്ട്. പിന്നീട് രംഗമായിരുന്നു, ഇതൊന്നും ഓർമ്മയില്ല. എന്തായാലും ബിരിയാണി സെറ്റായി, കാട സെറ്റായി, പിന്നെന്താ സെറ്റായി, എല്ലാം പിസ്സ ഉണ്ടാക്കി. അതിനിടയ്ക്ക് പിസ്സ ഉണ്ടാക്കി. അങ്ങനെ കെങ്കേമോ ആയിരുന്നു കുറച്ച് മണിക്കൂറുകൾ. 5 സ്റ്റാർ ഫെസിലിറ്റി. അതെ, അതെപ്പോഴും നമ്മളെപ്പോഴും ജീവിക്കുമ്പോ അങ്ങനെ ജീവിക്കണോടാ. അപ്പൊ ഞങ്ങള് ചെറിയ കലാപരിപാടികൾ തുടങ്ങട്ടെ. അപ്പൊ പിന്നെ കാണാം. എപ്പോഴും തേച്ചാന്ന് എല്ലാരും പറയുന്നത്. എന്തായാലും വന്ന് നിബിക്കുന്ന സ്പെഷ്യൽ കിട്ടി, പിസ്സ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ക്രീം ബൺ ഉണ്ടാക്കി കൊടുത്തില്ലേ? അതെ. നിബി എന്താണ് വിശേഷം? ജോവിന് അടുത്ത പ്രാവശ്യം വീഡിയോ ഇടുമ്പോ 5% ഷെയർ കൊടുക്കണമെന്ന് പറഞ്ഞേ. ഞാൻ മാസം 24 പോണ്ടാണ് ജിമ്മിൽ വിൽക്കേണ്ടി കൊടുക്കുന്നത്. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ മാത്രം മെലിഞ്ഞാ പോലെ ചേച്ചിയും മെലിയണ്ട, ഞാൻ മാത്രം തടിച്ചാ പോലെ ചേച്ചിയും തടിക്കണം. ഞാനോ? ഇതേ കൂടുതൽ എന്നാ തടിക്കാനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ നോക്കി വെയിറ്റ് നോക്കി 80.5 കുറഞ്ഞു. കൈപ്പഞ്ചാണ്ട് അത്ര ഉണ്ടെന്ന് അറിയുന്ന 103 കിലോ. അതൊക്കെ പറഞ്ഞു. ഇപ്പൊ 101 101 ടിബിന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഓരോ ഡ്യൂട്ടിക്കിടയ്ക്ക് നീച്ച് ചോക്ലേറ്റ് കഴിക്കും, നീച്ച് മുട്ട കഴിക്കും. ഡ്യൂട്ടിക്കിടയ്ക്ക് ഇച്ചിരി ചോക്ലേറ്റ് കഴിക്ക്, വയറങ്ങ് തീരെ കുറഞ്ഞല്ലോ, ഇച്ചിരി ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. ടിബിൻ വരും പറഞ്ഞേ. അപ്പൊ നമ്മള് ബിരിയാണി കഴിച്ചുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബിരിയാണി കൊണ്ടുപോയി നല്ല ബിരിയാണി അല്ലേ? ബിരിയാണി കടസി ജമീൽ എന്താ താത്തല്ല ഷംല. ഇപ്പൊ നമ്മുടെ പ്രായം താത്തേന്ന് വിളിക്കാം. നിങ്ങളുടെ പ്രായമൊന്നുമില്ല. അഞ്ചുവിന്റെ പ്രായം. ആക്കൊന്നുമില്ല. അതന്നെ എന്റെ കഷ്ടപ്പാടിനൊരു വിലയില്ല. ഞാനുണ്ടാക്കിയ ബിരിയാണി ഞങ്ങളിവിടെ എനിക്ക് ദൃക്സാക്ഷികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബിരിയാണി കൗണ്ടർ എടാ ഇൻസ്ട്രക്ഷൻ മൊത്തം കൊടുത്ത ഞാനാണ്. ഒന്നുമില്ല, ഞാൻ അടപ്പെങ്കിലും വെച്ചില്ലേ. അപ്പം നിവി എങ്ങനെയുണ്ട്? സൂപ്പർ. ഇവര് കൊക്കക്കോളയാണ് കുടിക്കുന്നത് കേട്ടോ, അല്ല വേറെ ഒന്നുമല്ല കേട്ടോ കുടിക്കുന്നത്. കൊക്കക്കോള അല്ല, പെപ്സി മാറിപ്പോയി. ഇനി അതുവരെ മാറിപ്പോകുന്ന ആൾക്കാർ ചോദിക്കും. ആണ്ട പവതി കലിപ്പ കേട്ടോ. അപ്പം ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് കൈപ്പൻസ്. അത് തന്നെ. ഗുഡ് നൈറ്റ്. അപ്പം നമ്മള് ബിരിയാണി കഴിച്ചു, എല്ലാരും സംതൃപ്തരായിരുന്നു അല്ലേ?
അല്ലടാ ജോബിന്? പിന്നെ അക്ഷര സ്ഫുടതയോടെ അപ്പൊ നമ്മള് അഞ്ചു ഉണ്ടാക്കിയ സ്പെഷ്യൽ പരീക്ഷണം പുഡിങ് കൊണ്ടുവന്നിരിക്കുകയാണ്. പുഡിങ് എന്തോ അതിന് ബൂസ്റ്റ് പുഡിങ്. വേറെ മാറുമൊന്നുമില്ല. ഇതെങ്ങനെയാണ്? കത്തി കയ്യിലിരിക്കുകയും ചെയ്യുന്നൊന്നും പറയാനും പറ്റത്തില്ല. ബൂസ്റ്റ് പുഡിങ് അടിപൊളി. അതാണ് അതിന്റെ ഒരു കൂട്ടം. താഴേക്ക് ഇറങ്ങി വരുമോ? കൊറേ നേരം അടിപൊളി. ചെറിയൊരു കത്തി ചൊവ ഉണ്ടായിരിക്കും. ഇല്ല അല്ല, ചെറുതായിട്ട് എനിക്ക് കത്തി ചൊവ കിട്ടുന്നുണ്ട്. ചെറുതായിട്ടൊന്നും അതിപ്പോ ഇട്ടതാ മേളില്. ഞാനെന്തോന്നും ഉണ്ടാക്കാത്തെ കഴിക്കൂ. ഞാൻ പിന്നെ കഴിച്ചോ. കഴിക്കേ അങ്ങനെ പറയാതെ. പണ്ട് കല്യാണത്തിന് ഇന്നലെ കൊടുത്താന്നോ? കൊടുക്ക്, ഞങ്ങളെ സാക്ഷിയാക്കി. ഓ അതിനിപ്പോ ചേട്ടാ ഞാൻ പിടിക്കാം. നിങ്ങൾ കൊടുക്ക്. അന്യപുരുഷനൊന്നല്ലല്ലോ, സ്വന്തം ഭർത്താവല്ലേ ധൈര്യമായിട്ട് കൊടുക്കാന്ന്. ഒരു മിനിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എനിക്ക് നഷ്ടക്കച്ചവടം റെക്കോർഡിൽ തന്നെ ഇരിക്കുന്നത്. നിനക്ക് ഫോക്കസ് ആയില്ല. ഒരു മിനിറ്റ് ഓക്കെ. തിരിച്ചു കൊടുക്കാനോ പറഞ്ഞു, ഒന്നുമല്ല. എന്റെ പൊലിമോൻ കഴിച്ചു പോയി ഇല്ലപ്പാ. ഇല്ല എനിക്ക് ഇല്ല, കഴിച്ചോ. മക്കൾക്കൊന്നും ഇല്ല. അവിടെ